എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. And this is Comedy Master. കോമഡി മാസ്റ്റേഴ്സിന്റെ കിടുക്കാച്ച ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മിയ ഫസ്റ്റ് വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ മാതാവാന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാരും മാതാവിനെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ കണ്ടുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ എന്നാ യു എന്റെ മാതാവേ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? പണ്ട് അത് അഭിനയിക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അയ്യോ ഇത് മാതാവല്ലേ, അയ്യോ മാതാവെ അനുഗ്രഹിച്ച, ചുമ്മാ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല, ചുമ്മാ അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങുമ്പോ ഈ മാതാവ് ഐസ് കുടിച്ചോണ്ടിരിക്കുന്നതാണ്. അതൊക്കെ മാറും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശരിക്കും നമ്മുടെ മുന്നിൽ ദൈവം വന്നു തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ദൈവം വന്നിട്ട് നമ്മളോട് ചോദിക്കാം, ഹേ അല്ലയോ ഒരു 3 വരം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എങ്കിൽ ഏതൊക്കെ വേണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മിയ പറയാൻ പോകുന്ന 3 വരങ്ങൾ? എന്ത് കഴിച്ചാലും വണ്ണം വെക്കാതെ ഒന്നും വയറ്റി പിടിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരരുത്. എന്ത് ഇഷ്ടമുള്ളതെല്ലാം ഇങ്ങനെ കഴിക്കാൻ പറ്റണം. ഓക്കെ. പിന്നെ നമുക്കും നമ്മുടെ ഫാമിലിയിൽ ആർക്കും അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. ഹെൽത്ത്. ഇത് ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ആകെ 3 എണ്ണേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ഇപ്പൊ പറയും ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരട്ടെ. അല്ല 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 അല്ല, അത്ര നല്ലതല്ല, അത്ര നല്ലതല്ല. ഞാൻ തീർക്കട്ടെ. ജോലി ഒന്നും ചെയ്ത് ടെൻഷൻ ഒന്നും അടിക്കാതെ കുറെ പൈസ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ കറങ്ങിയൊക്കെ നടന്ന് സുന്ദരമായിട്ട് നടക്കാമല്ലോ. ഒരു വെൽ ഓഫ് ആയിട്ട് എപ്പോഴും പറ്റാമല്ലോ. അങ്ങനത്തെ 3 വരങ്ങൾ പറഞ്ഞു നോ ചേട്ടാ. ഞാൻ ചോദിക്കണേ, ഞാൻ പറയും നല്ല ആരോഗ്യം, ആവശ്യത്തിന് സമ്പത്ത്, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയോളൂ. അല്ല ഒരെണ്ണം കൂടി ഉണ്ട്. 3 കാര്യങ്ങൾ 3 ചോദിക്കാൻ പറ്റും. ഈ ദൈവം അങ്ങനെ 3 തരും. ഈ സമ്പത്തെല്ലാം അവിടെ സുരക്ഷിതമാക്കി വെക്കാൻ ഒരിടം. ഞാൻ പറയട്ടെ, മുല്ലപ്പെരിയാറിലൊന്നും സംഭവിക്കരുത്. സെക്കൻഡ്, ഈ കൊറോണ അങ്ങനെ പോലുള്ള ഒരു സാധനങ്ങളും ഇനി ലോകത്തില് നമ്മുടെ അടുത്തേക്ക് വരേ ചെയ്യരുത്. മൂന്നാമത് എനിക്കും എന്റെ വീട്ടുകാർക്കും എന്റെ ചുറ്റിൽ നിൽക്കുന്നവരെല്ലാവരും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ഇരിക്കണം. ശരി. ഇത് 3 വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. നല്ല കാര്യം. എല്ലാവരുടെയും ബേസിക് നീഡ്സ് ഒന്നൊക്കെ ഒരേപോലെ നമ്മളിത് സമ്മറൈസ് ചെയ്ത് വരുമ്പോ എല്ലാവർക്കും സുഖമായിട്ടും ആരോഗ്യമായിട്ടും ജീവിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു എല്ലാം അങ്ങനെ വരുവുള്ളൂ. പക്ഷെ നോക്കി എന്നാലും വരെ ഉണ്ടാവും. ശ്രീവിദ്യക്ക് ഒരു വട്ടമെങ്കിലും ഇവിടുത്തെ മികച്ച കൗണ്ടർ കിട്ടണം ഫസ്റ്റ്. പിന്നെ 3ാമത്, ജീവിതത്തിലെ രഹസ്യങ്ങളൊന്നും രാഹുൽ അറിയില്ലേ. എനിക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുമ്പോ അദൃശ്യമാവാൻ പറ്റണം. എന്നിട്ട് ആരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെ പറയണ്ടോ ഒളിഞ്ഞിക്കണ്ടല്ലോ, പിന്നെ പോയി കേൾക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ പവർ വേണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അവിടെ പോയി അനുചേട്ടൻ എന്താണ് എന്നെ കുറിച്ച് പറയണെന്ന് എനിക്ക് അവിടെ പോയി എന്നെ അവരാരും കാണരുത്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഫിനാൻഷ്യലി ഒരു ക്രൈസിസ് വന്നു, എനിക്ക് നേരെ എവിടെയെങ്കിലും ബാങ്കിൽ പോയിട്ട് ആരും കാണുന്നത് കുറച്ച് പൈസ എടുത്ത് വരണം. ഇത്രേ ഉള്ളൂ. എനിക്ക് അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിന്റെ ആ ഷേപ്പ് എനിക്ക് കാസർഗോഡ്, എറണാകുളം, ട്രിവാൻഡ്രം ഇങ്ങനെ ഒന്ന് ക്രമീകരിക്കണം. അത് നല്ലൊരു ഐഡിയ. ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നു. ബുദ്ധിമുട്ട് നിങ്ങൾ എന്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്റെ ഫാമിലിയോടൊപ്പം എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 10,000 രൂപ കൊടുത്ത വാടകയ്ക്ക് ഇവിടെ ഒരു വീട് കിട്ടൂലേ? എന്തിന് കാസർഗോഡ് അല്ല ഫാമിലി അല്ല നാട് എറണാകുളത്ത് ഉണ്ട്. പക്ഷെ എനിക്ക് കാസർഗോഡ് എന്റെ ഫുൾ ബന്ധുക്കൾ ഓർമ്മയില്ലേ? ശ്രീവിദ്യയുടെ പാഠം ഇതൊക്കെ പറഞ്ഞത് ശ്രീവിദ്യയുടെ കാസർഗോഡിനടുത്ത് എറണാകുളത്തോട്ട് വന്നു. അപ്പൊ കേരളത്തിന്റെ ആ വടക്കൻ ബോർഡർ എന്നുള്ളത് കോഴിക്കോടാവും. അതെ. അപ്പൊ അത് പ്രശ്നമാവില്ലേ? അല്ല ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോ മിക്കവാറും തിരുവനന്തപുരത്തിന്റെ ഒരു സൈഡിൽ മധ്യപ്രദേശായ ആർക്കെങ്കിലും ഒന്ന് തെറ്റ് ചെയ്ത് നീ ആലോചിക്കണം. മിയ പാലേ ചെന്നിട്ട് റേഷൻ കട പോണെങ്കിൽ ഉത്തർപ്രദേശ് മൊത്തത്തിൽ സപ്ലൈ ചെയ്ത്. ശരി, 3ാമത്തെ വരം എന്താണ് വേണ്ടത്? എനിക്ക് 3ാമത്തെ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും. ഈ 2ാമത്തെ ആഗ്രഹം ചെയ്യുമ്പോൾ തന്നെ ലോകം അവസാനിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നമ്മൾ ഒരാൾക്ക് സമയം ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് തുറക്കാൻ പോവാണ്. നമ്മുടെ എൻസൈക്ലോപീഡിയ തരാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ഒരാഗ്രഹം, മിയ വെൽ ഓഫിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിതിലില്ല. മിയയുടെ വെൽ ഓഫിന് വേണ്ടി പ്രാർത്ഥിക്കില്ല. എന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് എനിക്ക് ലോകത്തുള്ള എല്ലാ നല്ല രസമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിസ, ടിക്കറ്റ്, അവിടുത്തെ കറൻസി, സ്പെൻഡ് ചെയ്യാനുള്ള കറൻസി, ഇത്രയും. അതായത് എല്ലാ വേൾഡിലെ എല്ലായിടത്തും ട്രാവൽസ് ഇല്ല, പൈസ വേണ്ടേ? അവിടെ എന്താ തർക്കം? എത്ര നേരം കൂടി ഇതെന്തോ നീ വെല്ലോഫ് വെല്ലോഫ് അല്ല, അത് സെൻഡ് ഓഫ് പോലും വെൽ ഓഫ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ കാശും പൈസയും ലക്ഷറി വെൽ ഓഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ വേർഡ് അല്ല. അത് നിനക്ക് മലയാളത്തിൽ പറഞ്ഞ എന്തിനാ
ഓക്കെ ബേസിക്കലി എല്ലായിടത്തും ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ് Travel ചെയ്യാം. കണ്ടുവരുന്നു. അപ്പൊ എന്റെ ഒരു വലിയൊരു ആഗ്രഹം സന്തോഷം ഒരെണ്ണം. ഓക്കെ. നിനക്ക് ഉച്ചക്കടയിൽ ഒരു എയർപോർട്ടിന്റെ ആഗ്രഹമില്ല അടുത്ത് പറയാൻ. അയ്യോ മണക്കാട് രണ്ടാമത്തത് ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് കേൾക്കണം അല്ലേ? ഇപ്പൊ കേക്കില്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ നമ്മൾ പെട്ടെന്ന് മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആകണം. ഓ ടൈം കളയാതെ വേഗം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റെഡിയായി വരണം. ഒറ്റ വഴിയേ ഉള്ളു, നാളെ കൊണ്ട് മുതുകാടിന്റെ ട്രൂപ്പിലാക്കാം. ശരി, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും മേക്കപ്പ് ആൻഡ് ഡ്രസ് ഹാസ് ടു ബി ചേഞ്ച്. വേറൊന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എനിക്ക് വേറൊരാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള അറിയണം. ഓൾറെഡി ശ്രീവിദ്യ പറഞ്ഞു. അതായത് ഇൻവിസിബിൾ ആയിട്ട് പരിദൂഷണം. അല്ല, ഉള്ളിലിരിപ്പ് അറിയണം. ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഉള്ളിൽ പറയണം. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നുമില്ല ഏട്ടാ. ഞാൻ പറയൂ ദൈവം അങ്ങനെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നീ മാത്രമാണ്. ഒന്ന് ഇമ്മോർട്ടാൽ, അതായത് ഒരിക്കലും മരിക്കണ്ട. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഭൂമിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എടാ എന്റെ ആഗ്രഹം പറയുമ്പോ ഇവരെല്ലാരും കൂടെ കയറി വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പറയുമ്പോഴത്തേക്കും ശരി ശരി ശരി. ഇമ്മോർട്ടൽ ഇസ് എ ഗുഡ് തിങ്. ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ ഇമ്മോറൽ പിന്നെ എനിക്ക് ആഗ്രഹം ആദ്യം ഇമ്മോറൽ ട്രാഫിക്. സ്ഥിതിക്ക് നമുക്ക് എന്താണ് അടുത്ത കണ്ടന്റ് എന്ന് പറയാമോ? ആരാണ്, ഏത് കരക്കാരാണ്, ഏത് കരക്കാരാണ് ആൾക്കാരെ ഇറക്കാൻ പോകുന്നത്? ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഈശ്വരാ, ഹാസ്യം വിതറാൻ വേണ്ടി ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങള് പൊളിക്കും. എന്റെ സിസ്റ്ററെ, എത്ര നേരം എന്താ ഞാൻ സിസ്റ്ററേയും കാത്ത് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കാത്ത് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാനേ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവുണ്ട്. താൻ തന്റെ വീട്ടിൽ പോയി തിരിഞ്ഞു മറിഞ്ഞു കിടക്കണോ? സിസ്റ്ററെ, എനിക്ക് മധുരമുള്ള മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ താ. ഇവിടെ തനിക്ക് എന്തിനാണ് ഇപ്പൊ ഞാൻ മരുന്ന് തരുന്നേ? ഞാൻ കമത്തി കിടത്തിട്ട് ചന്തിയിൽ ഒരു നുള്ളെങ്കിലും ആ സുഖത്ത് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. താനോടെ കിടക്കാൻ നോക്കിയേ. എടോ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചാ? ആ അളിയെ മേടിച്ചോണ്ട് തന്നു. എവിടെ? അനങ്ങണ്ട, ഞാൻ വരാം. കത്രിക, സൂചി, നൂലും. അവൻ തയ്യക്കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നു ഇതെല്ലാം കൂടെ. എടോ, ഇതെന്തുന്നാടോ ഇത്? അതിനകത്ത് എഴുതിയ സാധനം എന്തെന്ന്? ഓട്ടം കണ്ട് എഴുതിയിരുന്നു. ഓ, കോട്ടറല്ല, കോട്ടൻ പഞ്ഞി മേടിക്കാനാ പറഞ്ഞത്. ഇതെന്താ മേടിച്ചോണ്ടേ? അവൻ എന്റെ കൂടെ സ്നേഹം മൂത്തിട്ട് കോട്ടറിന് ഒരു അരയും മേടിച്ചോണ്ട് വന്നു. അവിടെ കിടക്കാൻ കണ്ടേ? യോ, വീട്ടിൽ നിന്ന് മോള് വിളിക്കുന്നല്ല. എന്താ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ, എന്തേടി? ലിപ്സ്റ്റിക്കാ? എടി, നിന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എങ്ങനെ എടുക്കാനാ? അവിടെ ഉള്ളടത്തുണ്ടാവും, നോക്ക്. എടി, ഒരു സാധനം എടുത്താ എടുത്തോടത്ത് വെക്കണം, അല്ലാതെ ഇവിടുത്തെ ഡോക്ടറിനെ പോലെ കാണിക്കല്ല വേണ്ടത്. അതൊന്നുമില്ല, വേറെ കാര്യം പറഞ്ഞതാ ഞാൻ. അതെ, ഇവിടുത്തെ ഡോക്ടറിന് കുറച്ച് നാൾ മുന്നേ ഒരു അബദ്ധം പറ്റി. ചുണ്ടിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ മൂക്കിക്ക് പോയി ചെയ്തു. അത്രേ ഉള്ള മീശയുടെ ഗ്യാപ്പല്ലേ ഉള്ളു, കുഴപ്പമില്ല. ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്ത്. കഷ്ടം. അതും കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ട് ഡ്യൂട്ടി കയറുന്നത്. അടിപൊളി. താനാണ് ഡോക്ടറിന്റെ ഇന്ന് തേരാ. നല്ല ലെക്കാണ്ടോ എനിക്ക്. എങ്ങനെയുണ്ടായി സസ്പെൻഷൻ കാലഘട്ടമൊക്കെ? അയ്യോ, സസ്പെൻഷനും സർജറിയുടെ കാര്യമൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുതേ. ഇനി സർജറിയുടെ കാര്യം പറയാനാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉദ്ഘാടനം സർജറി ഉണ്ടെങ്കിൽ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. മനസ്സിലായോ? ഇതാണോ ഇന്നത്തെ ഏരാ? അതെ. എന്താ പേര്? സത്യവാൻ. സത്യവാൻ എന്ന് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ. ഓ, ഇവന്റെ സത്യവാൻ മൂലത്തിൽ ഒപ്പിട്ടായിരുന്നോ? ആരെങ്കിലും എന്തെന്ന്? ഇവിടെ സത്യവാൻ മൂലത്തിൽ ഒപ്പിട്ടോന്നാ ചോദിച്ചത്. അതൊന്നും വേണ്ട സാറേ, അയാളുടെ കൂടെയുള്ള ആളെ ഒപ്പക്കിട്ടിട്ട് പോയി. എന്റെ അളിയനാ? എവിടെ പോയി? അയാളൊരു ചിക്കൻ ബിരിയാണി തിന്നിട്ട് വരാന്ന് പറഞ്ഞു പോയി. ഞാടോ എനിമയും വെച്ച് വയറും കാലിയൊക്കെ കിടക്കുന്നു. നീ ബിരിയാണി തിന്നാൻ പോയല്ലേ? നിനക്ക് മരുവട ഇതുപോലെ കല്ലുമേ കായൊക്കെ ഞാനും പോയി തിന്നും. ആംബുലൻസ് എന്നെ എവിടെ കൊണ്ടുപോകുന്നു? ആംബുലൻസ് അല്ല, എന്റെ ഭാര്യ എന്നെ വിളിക്കുമ്പോ ഞാൻ ഇട്ടേക്കുന്ന റിംഗ് ടോൺ ആയത്. ആംബുലൻസ് വന്നതല്ല. പറയടി. ഇല്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇങ്ങനെ നിൽക്കുന്നു. എന്താ വിളിച്ചേ? ഇന്നലെ ചൂര മേടിച്ചത് എവിടെ വെച്ചേക്കുന്നു? അത് ഞാനത് മുളക് പരട്ടി ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. ഫ്രിഡ്ജിൽ എവിടാന്നോ? എടി, ഫ്രിഡ്ജിന്റെ മേളിൽ തട്ടി ഇറച്ചി ഇരിക്കുന്നില്ലേ? ഇറച്ചി വെച്ചേക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സൂപ്പ് അടിക്കാൻ വേണ്ടി കുറെ വാരിയല് മേടിച്ച് വെച്ചിട്ടില്ലേ? അതിന്റെ തൊട്ട് താഴത്തെ തട്ടിൽ പിക്കിൾ ഇരിക്കുന്നില്ലേ? പിക്കിൾ
അതിന്റെ തൊട്ട് താഴെ അതിന് താഴോട്ട് പോകരുത്, നിരോധിത മേഖലയാ. അതിന്റെ തൊട്ട് താഴെ ഇരിപ്പുണ്ട് കേട്ടാ. ശരി 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 ശരി. സിസ്റ്റർ, സാറേ ഇവന് അനിഷേധ്യ കൊടുത്തായിരുന്നു. എന്ത് അനിഷേധ്യ ഡോക്ടറെ അതങ്ങനെയല്ല. മയക്കുന്ന മരുന്ന് കൊടുത്തോന്നു. ആ അനശേസ്ത്യ. അനശേസ്ത്യ അല്ലേ? അനസ്തേഷ്യ. അതന്നെ. ഇടയ്ക്കാൻ MBBS പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഞെളിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ കിടന്നങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അതെ പകുതി കൊടുത്താ മതി. പകുതി അനുസരിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഫുള്ള് മയക്കുന്നതാണ് നല്ലത്. അതെന്തിനാ ഡോക്ടറെ? അല്ലെങ്കിൽ ഇവൻ ഈ ഓപ്പറേഷൻ കണ്ടുപിടിക്കും. കണ്ടു പഠിച്ചാലുള്ള അവസ്ഥ എന്താ? ഇവൻ നാളെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയാൽ നമുക്ക് പണി കിട്ടുമോ? അതെ അതുകൊണ്ട് ഫുള്ള് മയക്കേരെ. ഇല്ല തുടങ്ങിയില്ല. ഇല്ല ഞാൻ വിളിച്ചു പറയാം. ശരി ഇവിടെ അകത്ത് കയറി, ഇതിന്റെ അകത്തോട്ട് കയറി. എങ്ങോട്ടാണ് കയറി വന്നേക്കുന്നേ? ഇവിടെ അന്യർക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചാൽ കണ്ടില്ലേ? ഞാൻ അന്യനല്ല, പിന്നെ ഇവന്റെ ബന്ധുവാണ്, ചങ്ക്. എന്റെ അളിയനാണിത്. ഇവന്റെ സൗണ്ട് കേട്ടാ എനിക്കറിയാം. അളിയനും പുളിയനും ഒക്കെ വെളിയിൽ മതി. ഇവ അകത്തോട്ട് ഇടിച്ചു കയറി വരണ്ട. വേറെ കാര്യമുണ്ട്. എന്ത്? എന്റെ അളിയനെ ഓപ്പറേഷൻ ചെയ്യുമ്പം ഒരു പോറൽ പോലും പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലൈവ് ഇടും. ലൈവോ? ഞാൻ ലൈവ് ഇടും. ലൈവ് ഒന്നും വിടണ്ട. താൻ്റെ കാര്യം ചെയ്യും. സൈഡിൽ മാറി നിന്നു. വേണ്ട, അവരെ ഇറക്കി വിട്. എന്തിന്? നിങ്ങളെ കണ്ണക്കാരൻ തെറ്റാവും. എന്റെ കിഡ്നിയൊക്കെ എടുത്തോണ്ട് വിൽക്കുവോ? ആണോ? അബദ്ധം ഒന്നും ഉണ്ടാക്കരുത്. അങ്ങോട്ട് മാറി നിന്നോളൂ. ഞാൻ ഈ കണ്ടിട്ടില്ല ഓപ്പറേഷൻ ലൈവായിട്ട്. ഡോക്ടറെ എന്തോ ബിപിയുടെ മരുന്ന് എടുക്കട്ടെ? ബിപിയും കൈവിറയലിന്റെ മരുന്നോട് എടുത്തോ. എനിക്ക് ബിപിയും കൈവറയിലൊന്നും ഇല്ല. എനിക്കുണ്ട്. ഇതല്ല എനിക്കുണ്ട്. ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു തെറ്റും പറ്റൂല. എവിടെ കെട്ടി? എല്ലാം കെട്ടിയിട്ടുണ്ട്. എല്ലാം കെട്ടിയിട്ടുണ്ട്. അതിനെ കെട്ടിയിട്ടത് ഇത് ചിലപ്പോ ഇവിടെ ഞാൻ അകത്ത് വെച്ച് മറന്നു പോകാൻ നമുക്ക് പെട്ടെന്ന് അറിയാലോ. അകത്ത് പോകാതിരിക്കാൻ. അപ്പൊ തുടങ്ങാം അല്ലേ? തുടങ്ങാം ഡോക്ടറെ. ഇതല്ല, കത്തി എടുക്കും. കത്തി നൂൽബന്ധം ആയതുകൊണ്ടാണേ. ഡോക്ടറെ വീഴല്ലേ. പെട്ടെന്ന് കണ്ടപ്പോ രക്തം കണ്ടപ്പോ തല ചുറ്റിയതാ. പേടിക്കണ്ട. എടോ ഇതൊന്ന് രാഗിക്കൊണ്ട് പോവാ. മൂർച്ചയില്ല ഇത് കുന്തത്തിന്. ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ അത് കൊണ്ട് എല്ലാം രാഗി വെക്കണമെന്ന്. വേറെ ഇട്. എന്ന് വിട്ടു തരാം. മൂക്കിനകത്തില് രോമം വിട്ടാണോ കത്തി കൊണ്ട് വെച്ചേക്കുന്നത്? ഓട്ടോ ഇടയ്ക്കല്ലേ ഒരെണ്ണം എടുത്തെന്ന് പറഞ്ഞു. താനൊക്കെ എവിടുന്ന് വന്നോ? മാറിയിക്കണം കൊണ്ട്. കുടിലല്ല കൊട്ടാരം. കുടിലെടുക്കാൻ. കുടില? അതെ എന്താന്ന് വെച്ചാ ഇട്. ഞാനും കൂടെ സഹായിക്കാൻ വേണമെങ്കിൽ. എന്താണെന്നറിയോ? ഇവന്റെ കുടല് പിണഞ്ഞു കിടക്കുകയാണ്. അയ്യോ പിണഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതൊന്ന് അകത്തി മാറ്റി വെച്ചിട്ട് വേണം മറ്റേ സംഭവത്തിലേക്ക് എത്താൻ. ഇവന് കരളില് ഭയങ്കര കള്ളുകുടിയനാണല്ലേ. കരളൊക്കെ അരിപ്പ പോലെ ഇരിക്കുകയാണ്. ആണോ? മുഴിക്കുടിയനാണ് ഇവൻ. 12 ആ സ്പാനറിങ് എടുത്ത്. സ്പാനറല്ല, പിന്നെ ഇത് മറ്റേ പേരൊക്കെ അങ്ങ് മറന്നുപോയെന്ന്. ആ പിത്താശ കല്ല് എടുക്കാനാണ് നമ്മൾ ഈ കിടന്ന് ഈ പണിയെല്ലാം പെടുന്നത്. പ്ലേറ്റഡ് എടാ, ഇതാ ഇവന്റെ പിത്താശയ കല്ല്. സിസ്റ്ററിന് കല്ല് വേണോ? മൂക്കുത്തിക്കിടാം. കല്ലെടുത്തോ. സൂചി നൂലും സ്റ്റിച്ച് ചെയ്യണം. സൂചി നൂലും. കണ്ണ് കഴിക്കുന്നു കേട്ടോ. ഓക്കെ. എംബ്രോയിഡറി വല്ലതും ചെയ്യണോ? ചാർജ് കൂടും. എംബ്രോയിഡറി വേണ്ട, അതായത് ഇങ്ങനെ തച്ചു വിട്ടാൽ മതി. മതിയല്ലേ? മതി. വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് അടിക്കായിരുന്നു. വേണ്ട. പിന്നെ ഞാൻ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വിടാന്ന് പറഞ്ഞു. എന്നാ ഡബിൾ സ്റ്റിച്ച് ഇട്ടോ. അതാ ചെറിയ വ്യത്യാസം ഉള്ളന്നേ.
കുലുക്കമില്ല കിടക്കുന്ന കണ്ടില്ലേ? 6 മാസത്തെ സസ്പെൻഷന് ശേഷം ആദ്യമായിട്ട് ചെയ്ത ഓപ്പറേഷൻ ദൈവാധീനത്താൽ സക്സസ്. അയ്യോ ആണോ? ആ അയ്യോ 2 മണിക്കൂർ മയങ്ങും അത് കഴിഞ്ഞ് ബോധം തെളിയും. അപ്പൊ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. സന്തോഷമില്ലേ? ഇതെറ്റി? ഒരു കോള് തന്നെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോൺ കൊണ്ടുവരുന്നത് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ആ ഇവിടെയോ? ഇങ്ങോട്ടോ? ആ ശരി. അയ്യോ ഡോക്ടറെ, ഒരു VR സത്യവാനെ പിത്താശയെ കല്ലെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. കല്ല് എടുത്തല്ല. ഇവന്റെ പേരെന്താടു? അളിയനോ? ആ ഇവിടെ ഇവന്റെ പേരെന്തുവാന്ന്? ഞാൻ വീട്ടിൽ വിളിക്കുന്ന കിരണാപ്പി എന്നാണ്. കിരണാപ്പിയോ? ആ അതെനിക്കറിയാവൂ. കിരണാപ്പിയോ? ഇവിടെ ആ രജിസ്റ്റർ എടുത്ത് നോക്കണോ, ഇവരുടെ പേരെന്താണെന്ന് നോക്കാം. അവന്റെ ഈശ്വരാ, നോക്ക്, പെട്ടെന്ന് നോക്ക്. ഡോക്ടറെ, ഇത് മൂത്രത്തെ കല്ലെടുക്കാൻ വന്ന UR സത്യവാനാ. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ഡോക്ടറെ, അപ്പൊ ഡോക്ടറിന് വീണ്ടും സസ്പെൻഷനിലാണല്ലേ? ഈ പ്രാവശ്യത്തെ സസ്പെൻഷന് എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ട്. അതെന്താ? ആ കൂട്ടത്തിൽ നീയും ഉണ്ട്. അയ്യോ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ നോബി ചേട്ടാ അങ്ങനെ നല്ലൊരു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയാണ് പൊളിച്ചല്ലേ? നൈസായിരുന്നു. ചിരിച്ച ഒരു വഴിയായി. എപ്പോഴും ആലോചിക്കുമ്പോ ചെറസി. ഇനി അടുത്തത് അഖിലും ശ്രീവിദ്യയും കൂടെ ചേർന്നിട്ട് സ്കിറ്റ് ആണോ പെർഫോമൻസ് ആണോ? അല്ല ഇത് പെർഫോമൻസ് ആണ്. എന്താണെന്നറിയോ, ഞാൻ പറയാം. നമ്മളില് പലപ്പോഴും എയറിലാവാറുണ്ടല്ലോ. നീ ഞാനെങ്കിൽ ഞാൻ അല്ല അപ്പൊ- നമ്മൾ ആവാറുണ്ട്. അപ്പൊ നമ്മൾ എയറിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരാളെയാണ് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. എയറിൽ വെച്ച് കണ്ട് ടിനി ചേട്ടൻ. കറക്റ്റ് ആണല്ലേ? ചേട്ടാ ഇത് നമ്മളല്ല, അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ ഒരു ആത്മബന്ധം വെച്ച് ഞാൻ പറഞ്ഞു. ഇത് അങ്ങനെയല്ല. എയറിൽ വെച്ച് നമ്മൾ സാധാരണ കണ്ടുമുട്ടുന്ന മനുഷ്യരാരാണ്? ഫ്ലൈറ്റിൽ ഒപ്പം യാത്ര ചെയ്യുന്ന, ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ്, അങ്ങനെ പാസഞ്ചേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റുഡന്റ് പൈലറ്റ് ഒരു മലയാളിയാണ്. അതെ. അറിയോ? ഇല്ല. പേര് പറയടാ. കണ്ണൻ. കാട്ടിലെ കണ്ണനല്ല. ഇല്ല, അതിപ്പോ കാട്ടിലെ കാട്ടിലെ കണ്ണനല്ല, എയറിലെ കണ്ണൻ. നമുക്ക് വീഡിയോ കാണാം. കണ്ണന്റെ വീട്ടി ഒരു കാണാം. വീഡിയോ ഉണ്ട്. കണ്ണൻ. ഹായ് കണ്ണാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആദ്യമായിട്ടാണ് ഒരു പൈലറ്റിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അയ്യോ, ഒരു പൈലറ്റ് നടന്നു വന്നുണ്ടോ? പാവം കേട്ടോ. ചെറിയ പയ്യൻ. ആകാശത്തോടെ ഫ്ലൈറ്റിന് എടുത്തിട്ട് S8H കൊടുക്കുന്നവരാണ്. എത്ര വയസ്സുണ്ട് ശരിക്കും കണ്ണാ? 17. അയ്യോളോ, 17 വയസ്സെന്ന് പറയുമ്പോ +2 പഠിക്കുന്ന പ്രായം. ആ സമയത്ത് 6 ഇതൊക്കെ ഉരുട്ടി കളിക്കുന്നത്. അപ്പൊ ഇയാൾ +2 എപ്പോ കഴിഞ്ഞു? +2 17 തുടങ്ങുമ്പോ കഴിഞ്ഞു. പിന്നെ ഇതെങ്ങനെ കറക്റ്റ് ഒറ്റയടിക്കത് പോയി? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതിന്റെ ആ ജേണി ആ ടെക്നോളജി സംഭവം ഒന്ന് മനസ്സിലാവുന്ന പറഞ്ഞുതരും എങ്ങനെയാ? അല്ല, ഞാൻ അതായത് ഇപ്പോ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഗ്രൗണ്ട് ക്ലാസ് ഇപ്പൊ 3 മന്ത്സ് ഞാൻ തൃശ്ശൂരില് റയാൻ എയറിൽ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ അവിടെ ഞാനും ക്യാപ്റ്റൻ വികാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ക്യാപ്റ്റനായിട്ട് സംസാരിച്ച് അപ്പോ ഈ യങ്ങസ്റ്റ് പൈലറ്റ് ഇൻ ഫ്ലൈയിങ് ഇൻ തുനീഷ്യൻ എയർ സ്പേസിനെ പറ്റി സംസാരം വന്ന്, അപ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു യങ്ങസ്റ്റ് പൈലറ്റ് ആവണമെന്ന്. അത് ആഗ്രഹമായി. പിന്നെ അത് ക്യാപ്റ്റന് അതൊരു വാശിയായി മാറി. പിന്നെ ക്യാപ്റ്റൻ എന്നെ കയ്യിൽ പിടിച്ച് തുനീഷ്യ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്തിട്ടാ ഞങ്ങൾ തിരിച്ചു വന്നത്. അടിപൊളി. സാധാരണ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് ഈ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോ? നോർമലി പൈലറ്റ്സ് വരുന്നുണ്ട്, ബട്ട് എല്ലാവരും ഈ കോളേജ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് പോവും. ഞാൻ ഡയറക്റ്റ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പൊ ഇതിന് ഈ കോഴ്സിന് അപ്പോ ഒരു ഡിഗ്രി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല? ഇല്ല, +2 ഫിസിക്സ് ആൻഡ് മാത്സ് വേണം. ഓക്കെ. ഈ കുഞ്ഞ് ഫ്ലൈറ്റിലെ ഇതല്ലാണ്ട് ATRും എയർബസും ബോയിങ് എല്ലാം ഓടിക്കോ? ഇല്ല, ഞാനിപ്പോ ആദ്യം ഇപ്പോ ഡയമണ്ട് DA40 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആണ്. ചെറുത് 4 സീറ്റർ. ചെറുതാണെങ്കിൽ അത് എയറിലല്ലേ പോണത്? അല്ല, ഞാൻ സംശയം ചോദിച്ചത്. ആക്ച്വലി കണ്ണൻ ഇതിലേക്ക് വരണം എന്ന് തോന്നാനുള്ള റീസൺ എന്നാ കണ്ണ? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൈലറ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഇൻസ്പയർഡ് ചെയ്താണോ? ഏതെങ്കിലും മൂവീസ് ആണോ? അതോ ഈ പറയുന്നത് നമ്മളെ ഇപ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോ ടാറ്റ അടിക്കുന്ന ആൾക്കാരാ നമ്മള്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ കൊറേ നോക്കിയിട്ട് പൈലറ്റ് അതൊരു വേറൊരു ഇതില് നമുക്ക് കൊറേ കൺട്രീസ് വിസിറ്റ് ചെയ്യാം. ട്രൂ. അതെ, മേളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഫുള്ള് കാണാം. വ്യൂ നമ്മുടെ ഓഫീസ്
30,000 ഫീറ്റിന്റെ മേലെയാ. അതെ. ഓ 15 വയസ്സ് ആവണ്ടേ ഒരു കാറെങ്കിലും ഓടിക്കാൻ? അതെ. അപ്പൊ അതിനുള്ള ലൈസൻസ് ഇല്ല. നേരിൽ ആര് ചെക്ക് ചെയ്യണത്? നാട്ടിലൊരു 4 വീലറോ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കാനുള്ള പ്രായം ആവാതെയാണ് അവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. അല്ല പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസിന് അപ്ലൈ അങ്ങനെ എന്താണ്? പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടും. അതിനുശേഷം കുറെ തിയറി ക്ലാസ് ഉണ്ട്. ഈ തിയറി ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ റേഡിയോ ടെലിഫോണി വന്നിട്ട് സംസാരിക്കാൻ പഠിക്കണം. അതെ. ടവറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈയിങ് തുടങ്ങും. ഫ്ലൈയിങ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കും, ടേക്ക് ഓഫ് ചെയ്യാൻ, ലാൻഡ് ചെയ്യാൻ, പിന്നെ 30 ഡിഗ്രി തിരിക്കാൻ, 60 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ ടേണിങ് എല്ലാം അതൊക്കെ ഏകദേശം ശരിയായി. പിന്നെ അതിന് ശേഷമാണ് പ്ലെയിന് സ്റ്റോൾ എന്ന് പറയും. ത്രസ്റ്റ് കിട്ടില്ല ഫ്ലൈറ്റിന് ഫ്രണ്ടിലേക്ക് പോവാൻ, എയർ കൂടുതൽ കിട്ടാണ്ട്. അപ്പം അത് ചിലപ്പോൾ ഇടയിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്ന് റിക്കവർ ചെയ്യാൻ ഫെയിലിയർ വരുമ്പോ എന്താവും? താഴേക്ക് പോകും. അതെല്ലാം ഡീൽ അതൊക്കെ ഡീൽ ചെയ്യാൻ പഠിക്കും. കണ്ണന് ശരിക്കും കമേഴ്ഷ്യൽ പൈലറ്റ് ആവാനാണോ അല്ലെങ്കിൽ ഒരു കോമ്പാറ്റ് പൈലറ്റ് ആവാനാണോ ഇഷ്ടം? കൊമേഴ്ഷ്യൽ പൈലറ്റ്. ശരി കണ്ണ, ഇപ്പം കണ്ണന്റെ ആക്ടിവിറ്റീസിൽ പൈലറ്റ് ആണ്, ഫ്ലൈയിങ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അതല്ലാണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സംശയം എന്താ വെച്ചാൽ കോമഡി മാസ്റ്റേഴ്സിൽ എന്താണ് കണ്ണൻ വഴിതെറ്റി വന്നതായിരിക്കും, ലാൻഡ് ചെയ്ത് ഇപ്പുറത്തായിരിക്കും. നമ്മൾ കൊണ്ടുവന്ന കഴിവുകളുണ്ട്. അല്ല കണ്ണന് ഇതല്ല, കണ്ണൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു ഷൂട്ടറാണ്. ഷാർപ്പ് ഷൂട്ടറാണ്. മീൻസ് നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ആരെയും കൊല്ലാൻ വരുന്ന ഷാർപ്പ് ഷൂട്ടർ അല്ല. ആ ഷാർപ്പ് ഷൂട്ടറിന്റെ ഉന്നം എപ്പോഴും തെറ്റും. ഷാർപ്പ് ഷൂട്ടർ. പിന്നെ ഈ ബാലൻസിംഗ് ആക്ട് എന്നാ ചേട്ടാ പറഞ്ഞത്. അതെ, അപ്പൊ ഷാർപ്പ് ഷൂട്ടർ ആണ്, ബാലൻസിംഗ് ആക്ട്. ഒരു മിനിറ്റ്, ബാലൻസിംഗ് ആക്ട് എന്താ സംഭവം? അതായത് നമ്മള് ആക്ട് ചെയ്തോണ്ടിരുന്നിട്ട് നമ്മള് അതിന് പൈസ കിട്ടുമല്ലോ, ആ പൈസയുടെ ബാലൻസ് ചില സ്ഥലത്ത് ലൊക്കേഷൻ നമുക്ക് തരാൻ കാണും. ആ ലൊക്കേഷൻ പറയുന്ന അപ്പോഴുള്ള പേരാണ് ബാലൻസിംഗ് ആക്ട്. ഷാർപ്പ് ഷൂട്ടർ അല്ലേ? അല്ല ഉണ്ടോ ആക്ച്വലി പോകുമ്പോ ഫ്ലൈറ്റ് ഞാൻ കണ്ണനോട് ചോദിച്ചു കണ്ണന് ഗണ്ണുണ്ടോന്ന്. കണ്ണന് ഗണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. ലൈസൻസ് ഉള്ളതാണോ? ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാ? I'm the youngest license holder in India. അങ്ങനെ വെടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്റെ കയ്യിലിരിക്കണ മറ്റേ തോക്കിന് വെടിവെക്കാൻ പറ്റാത്ത അവളുടെ കയ്യിലോ ശ്രീവിദ്യയുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. ഏതാ സംഭവം എന്നറിയോ? മറ്റേ ഇങ്ങനെ പൊട്ടിക്കുമ്പോ മഞ്ഞ ബോൾ വരില്ലേ? ഇവിടെ നെറ്റിന് തറച്ചിരിക്കില്ലേ? ചില സമയത്ത് വെള്ളം തെറിക്കാതെ ഇവിടെ ചേട്ടന്റെ കൂടെ തോക്കിലിടയ്ക്ക് ചെയ്യാ. പിന്നെ എന്തായിരുന്നു മറ്റേ ക്യാപ്റ്റന്റെ പേര് പറഞ്ഞേ? ക്യാപ്റ്റൻ വികാസ് നായർ. പുള്ളി കല്യാണം കഴിച്ചോ? ഇപ്പൊ ഒരു അയാളുടെ ഇൻസ്റ്റയിലേ ഇപ്പൊ ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി ഫോളോ, കുറച്ച് കഴിയുമ്പോ ഡയാന ഹമീദ്, രാത്രി ഒരു 12 കഴിയുമ്പോ എലീന പഠിക്കുന്ന. എന്താണ് കണ്ണ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു ഷൂട്ടിങ്ങിന്റെ പെർഫോമൻസ് ചെയ്യണം. ഷാർപ്പ് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ബാലൻസിംഗ് മിക്സ് ചെയ്തിട്ട് രണ്ടും. ഓ ഇന്റെ അമ്മയെ ബാലൻസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ബാലൻസിങ് ആക്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിട്ട് എത്ര നാളായി? 3 years ആവണം. 3 years ആയിട്ട്. ആകെ 17 വയസ്സും. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് എങ്ങനെ ഇരുന്ന് പഠിച്ചത്? ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും കണ്ണന്റെ പെർഫോമൻസ് നമുക്ക് കാണാം. ഓക്കെ. ഓക്കെ അല്ലേ? ലോഡ് ചെയ്തിട്ടില്ലേ? ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മളല്ല, കണ്ണൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? എന്നാ ആക്ട് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഒരു ടേബിള്, മൂവിങ് ടേബിൾ. അതില് ഞാന് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞിരിക്കും. എന്നിട്ട് എന്താ സംഭവം? ഇങ്ങനെ വെടിവെക്കും. എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് ഷൂട്ട് ചെയ്യും. അതായത് ഫോണില് സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്യും. ഓ അങ്ങനെ ക്യാമറയിൽ കൂടെയാണ് പൊളി. അതായത് ഫ്രണ്ട് ക്യാമറ. എന്നിട്ട് ഇതിൽ ഏത് ബലൂൺ ആയിരിക്കും? എല്ലാം പൊട്ടിക്കോ? ഞാൻ ആരുടെ അടുത്തെങ്കിലും റാൻഡം ഏത് കളർ ചോദിക്കുന്നു അതിനനുസരിച്ച് പൊട്ടിക്കും. നമുക്ക് നോക്കാം, ആക്ട് കാണാം. ഓക്കെ, ഏത് കളർ പൊട്ടിക്കണം എന്നാണ് പ്രമാണിയുടെ ആഗ്രഹം? ആ വൈറ്റിന്റെ തൊട്ട് താഴെ ഒരു റെഡ് ഇല്ലേ? അത് ഓക്കെ. ടേബിൾ വരട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടീം ഉണ്ടാവും. കം ഓൺ, യാ ലെറ്റ്സ് ഡു ഇറ്റ്.
പൊളിച്ച്. ഒന്നുകൂടെ പൊട്ടിച്ചാം, ഒരെണ്ണൂടെ പറയാം. അത് വേറൊരു രീതിയിൽ ചെയ്യാം. അതെന്താ സംബന്ധം? അത് ഇനി ഞാൻ ബോളിന്റെ മേലെ ഒരു പലക വെക്കും. യെല്ലോ ആണ് എന്റെ ഫേവറേറ്റ് കളർ, അതുകൊണ്ട് അത് തന്നെ പൊട്ടിച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. യെല്ലോ. ഞാൻ അതിന്റെ മേലെ സോറി. പിടിക്കാൻ തന്നതാ. ഇത് ബലൂൺ പൊട്ടണ മിയയുടെ ഹൃദയം പൊട്ടും. ഓക്കെ ഓക്കെ ആണോ മോനെ? ഓക്കെ ആണെങ്കിൽ ശ്വാസം വിടാൻ പറ്റുന്നില്ല. വെരി ഗുഡ്. നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നത്. That itself is great. പൊളിച്ച് പൊളിച്ച്. ആടാ. ഈ കിടിലൊന്നും ഞങ്ങൾക്ക് അറിയാം, പക്ഷേ അതായത് നമ്മളിങ്ങനെ ഈ ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്താന്നൊക്കെ പറയുന്ന പോലെ അതെ എനിക്കൊക്കെ ഏതെങ്കിലും പൊട്ടിയാ മതി എന്നുള്ളൊരു ടെൻഷനിൽ കറക്റ്റ് പറഞ്ഞ ആ യെല്ലോ തന്നെ പൊളിച്ച് പൊളിച്ച്. ഇനി ഇതുപോലെ ഞങ്ങളുടെ ഹാർട്ട് നിർത്തുന്ന അടുത്ത ഐറ്റം ഹാർട്ട് നിക്കില്ല, ഞാൻ നിക്കണായിരിക്കും. എന്തെങ്കിലും നിക്കുന്ന വരും. എന്തായിരിക്കും സംഭവം? ഒരു ടേബിളിന്റെ മേലെ ബോൾ വെച്ച് അതിന്റെ മേലെ പലക വെച്ച് അതിന്റെ മേലെ ഞാൻ എന്റെ ദൈവമേ, 2 നെഞ്ചക്ക് പെർഫോം ചെയ്യും. അത് വേണോ? എന്റെ ദൈവമേ. നെഞ്ചക്കാണല്ലേ? മോനെ പ്രൊഡക്ഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 BP ഗുളി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ആക്ടിലേക്ക് പോവാം. ഈ പറഞ്ഞ പോലെ ബാലൻസിംഗ്. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. എനിക്ക് വയ്യത്. ഇടട്ടെ ഞാൻ? വിട്ടോ? ഉറപ്പാണേ? ആ. ഈശോയെ. Wow. രണ്ടാമത്തെ തട്ടെ. കൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ മോനെ, ഇപ്പോഴാണ് ശ്വാസം വീണത്. അയ്യോ, കൈ വരയ്ക്കുന്ന കാണുന്നുണ്ടോ? എന്താ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോ അച്ഛനും അമ്മയെ കാണുമോ? അപ്പൊ താഴെ എന്തെങ്കിലും മെത്ത് എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യണ? അല്ല, പ്രാക്ടീസ് ചെയ്യും. ഫ്രണ്ടിൽ ഒരു കമ്പി ഉണ്ടാവും. ഞാൻ മേലെ കയറി നിക്കുമ്പോ എന്റെ ഹൈറ്റിനുണ്ടാവും. അപ്പോ എന്തെങ്കിലും വരുമ്പോ എനിക്ക് അതിൽ പിടിക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങളെ ഞെട്ടിച്ചു കണ്ണ. അതായത് നേരെ പോലും ബാലൻസ് ചെയ്യാൻ ചില സമയത്ത് പറ്റാത്ത ഞങ്ങൾക്കാണ് ഭയങ്കര കിടിലമായിരുന്നു. ഇതുപോലെ ഒരു പയ്യൻ ഇതുപോലെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ ബോളിന്റെ മേളിൽ ഇതുപോലെ ബാലൻസ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബോൾ ജഗ്ലിംഗ്. പാലക്കാട്. അതെന്റെ അനിയനാണ്. വെറുതെ ആണോ? ഇതിന്റെ ഒരു ചിമിട്ട് സൈസ്. അവൻ ഇതുപോലെ ബാലൻസ് ചെയ്തിട്ട് പല സാധനങ്ങളും ചെയ്ത്. ഏതായാലും കണ്ണൻ ഈ ഒരു ഏജില് അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമല്ല. അപ്പൊ എന്തായാലും ഈ പാഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഒരു രക്ഷയില്ല, ഗംഭീരം. വടക്കേക്കാരക്കാരാണ് ഈ ഒരു കിട്ടിക്കാച്ച് പൈലറ്റിനെ ഇവിടെ ഇറക്കിയത്. പക്ഷെ അവര് വരെ അത്ഭുതപ്പെട്ടു പോയി. സത്യം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ പൈലറ്റിന് ഭൂമിന്ന് നമുക്ക് ഒരു സമ്മാനം കൊടുക്കാം അല്ലെ? കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും. പ്ലീസ് ജോയിൻ us. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് കണ്ണൻ. മിടുക്കനായിട്ട് വാട്ടോ. താങ്ക് യു സോ മച്ച് കണ്ണൻ. വെൽക്കം. മൈ പ്ലഷർ. ബാക്കിയുള്ളവർക്ക് പ്രഷർ.
സാറേ ദോ. ആ ബാറിലെ കുത്തുകേസില്ലേ ആ കുത്തു കൊണ്ടവന്റെയും കുത്തിയവന്റെയും വീട്ടുകാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ആ. അപ്പൊ നമ്മൾ ഏത് കേസ് എടുക്കണം? നമുക്ക് കുത്തിയവന്റെ കേസ് മതി. അയ്യോ കുത്തു കൊണ്ടവന്റെ ആവുമ്പോ നമുക്ക് ജയിക്കാൻ എളുപ്പമല്ലേ സാറേ? ഇത് ജയിക്കാൻ എളുപ്പമാ, മറ്റേതാകുമ്പോ നമുക്ക് ജീവിക്കാൻ എളുപ്പമാ. അല്ലെങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റോ വന്ന് നമ്മളെ കുത്തും. അയ്യോ സാർ, ആ ക്യാപ്സിക്കം മുറിച്ച് വെച്ച പോലെ ഒരു മുഖമായിട്ട് ഒരാൾ വരുന്നുണ്ട്. കിളി പോയ കേസാന്ന് തോന്നണം. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഭാര്യ വേണം. ഭാര്യ വേണം. ഫ്രിഡ്ജിലിരിക്കുകയാണ്, മെൽറ്റ് ആയിട്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും, അപ്പൊ എടുത്തു തരാം. അവളെപ്പോ ഫ്രിഡ്ജ് വന്ന് കയറി. ഞാൻ പറഞ്ഞില്ലേ കിളി പോയ കേസാണെന്ന്. ഓ ഇവിടെ വാടോ. തന്റെ ഭാര്യ എങ്ങനെയാണോ ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഉണ്ടാവണ? അതാ ഞാൻ വരച്ച ഫ്രിഡ്ജ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. സാറ് മണ്ടത്തരം പറയുകയും ചെയ്യും. ഞാനായോ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ തന്റെ പ്രശ്നം, അത് പറയ്. സാറേ, എന്റെ ഭാര്യ പറഞ്ഞു എന്നെ അപ്പൊ അവക്ക് വേണ്ടാന്ന്. സ്വാഭാവികം, പറയുമല്ലോ. അവള് എനിക്കെതിരെ വിവാഹമോചന കേസ് കൊടുത്തേക്കാണ്. കൊടുക്കട്ടെ എന്ന് കൊടുക്ക്, അവർക്കൊരു മനസ്സമാധാനം വേണ്ടേ? സാറേ, എന്റെ പൊന്നിനെ എനിക്ക് വേണം സാറേ. എനിക്ക് അവളെ വേണം. ചേച്ചിക്ക് ഡിവോഴ്സ് വേണം. വേണം. ചേട്ടൻ ഡിവോഴ്സ് വേണ്ട. വേണ്ട. സാറേ, നമുക്കിപ്പോ എന്ത് വേണം? നമുക്ക് ഈ കേസ് വേണം, അല്ലാതെ വേറെ എന്താ നമുക്ക് പണി? ഈ കേസിന്റെ കാര്യം പറഞ്ഞ് ഞാൻ കുറെ വക്കീലന്മാരെ പോയി കണ്ടു. അപ്പൊ അവരാണ് പറഞ്ഞത് ഇങ്ങനെ തല്ലിപ്പിരിയുന്ന ഭാര്യമാരെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളുണ്ട്, അത് നിങ്ങളാണെന്ന്. ഓക്കെ, താൻ കൃത്യ സ്ഥലത്താ വന്ന് പെട്ടേക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് ശരിയാക്കി കളയാം. എന്താ തന്റെ പേര്? കണ്ടറിഞ്ഞൂടെ? സാധു. അതോ? എനിക്ക് ആരോടോ ഈ പേരിട്ടത്? കുഞ്ഞിലെ എന്റെ അച്ഛയിട്ട പേരാ. പിന്നെ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ പേരിട്ടത്. തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ ശ്രീജ, എന്റെ പൊന്ന്. ഓ, അപ്പൊ ഈ ശ്രീജയ്ക്ക് ഇപ്പൊ ഡൈവോഴ്സ് വേണമെന്നാണ് പറയുന്നത് അല്ലേ? ആനന്ദ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? എന്റെ ഭാര്യ പറയുക, ഞാനിപ്പോ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കര ജാടയാന്ന്. ശരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ലേ? സാറേ, 8 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആ. എനിക്ക് ഇന്നേ വരെ ഒരു കുഞ്ഞിനെ തരാൻ അവക്ക് പറ്റിയിട്ടുണ്ടോ? ഓ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ലേ താമസം? ഒരുമിച്ചാണ്. അവള് വീട്ടിനകത്ത്, ഞാൻ വെളിയിൽ മരത്തിന്റെ മേളിൽ ഏർമാടം കെട്ടി താമസിക്കുക. ഓ, അപ്പൊ കുട്ടികളില്ല? ഇല്ല ഇല്ല. വല്ലപ്പോഴായിരിക്കും ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചേച്ചിയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണം. ഏമേ, ഇപ്പൊ പുള്ളി ചെയ്യണെന്താന്നറിയാമോ? ATM ന്ന് കാശ് വലിക്കാനേ നോക്കുന്നുള്ളൂ, അക്കൗണ്ടിലേക്ക് ഒന്നും ഇടുന്നില്ല. അതെ, അപ്പൊ സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? സാറേ, എന്റെ മോഹം കണ്ടറിഞ്ഞു. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. തറവാട്ടി പറഞ്ഞവനാ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇവിടെ തറാന്ന് എഴുതിയിട്ടുണ്ട്, വാടി വായിക്കാൻ പറ്റില്ല. ബാടി ഇപ്പുറത്തുണ്ട്. ആ ഉണ്ട്. ഞാൻ സ്ത്രീധനം മേടിക്കണ ആളൊന്നുമല്ല. എന്റെ അടുത്ത് ആ ഒരു ആവതം ചോദിച്ചു, ഞാൻ മേടിച്ചില്ല. പക്ഷെ അവര് തന്ന്. അപ്പോൾ ഉളിപ്പില്ലാതെ മേടിച്ച്. എത്ര കിട്ടി? 50 പവന് 25 ലക്ഷം രൂപ കിട്ടി. പക്ഷെ ഇതെല്ലാം ബാക്കി കൊണ്ടിട്ടേക്ക. ഇതൊക്കെ അനുഭവിക്കാൻ പിള്ളേര് വേണ്ടേ? പിള്ളേരുണ്ടോ? ഇല്ല ഇല്ല. ഓഹോ, ഫുൾ പേയ്മെന്റ് മേടിച്ചിട്ടും സ്റ്റേജിൽ കയറി പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത ഒരു ആർട്ടിസ്റ്റാണ് ഈ സംസാരിക്കുന്നത്. എടോ, തന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലേ എനിക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റൂ. അപ്പൊ താൻ എങ്ങനെയാണ് വീട്ടിൽ ഭാര്യയോട് പെരുമാറുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അറിയണം. അതൊന്ന് അഭിനയിച്ച് കാണിക്കണം. പോ സാറേ അവിടുന്ന്. അഭിനയിച്ച് കാണിക്കണമെങ്കിൽ എന്റെ കൂടെ എന്റെ പൊണ്ണുണ്ടോ? അയ്യോ, ശ്രീജ ഇല്ലല്ലോ അല്ലേ? ഓ, ശ്രീജയ്ക്ക് പകരം വേറൊരു കുട്ടിയായാലോ? അങ്ങനെ പറയരുത് സാറേ. എന്റെ പൊന്ന് ശ്രീജ അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഹേമയെ കൊണ്ട് ശ്രീജയുടെ വേഷം ചെയ്യിച്ചാലോ? ആരാത്? ഹേമ. എന്നാ ഓക്കെ. അയ്യോ സാറേ, ഞാൻ അഭിനയിച്ച അത് ശരിയാവുമോ? അയ്യോ, ഇപ്പോഴേ അഭിനയിച്ച് കയറുകയാണല്ലോ. അതെ, ബിഹേവ് ചെയ്താൽ മതി, ഓവർ ആക്ടിങ് വേണ്ട. രണ്ടുപേരോടാണ്. അപ്പോ ഈ നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നു. ഈ സമയത്ത് ഭാര്യ വന്ന് വാതിൽ തുറക്കുന്നു, നിങ്ങൾ വാതിൽ മുട്ടുന്നു, ഭാര്യ വാതിൽ തുറക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ബിഹേവ് ചെയ്താൽ മതി. അപ്പുറത്ത് പോയി നിന്നു. അയ്യോ, വേറെ കാര്യമുണ്ട്. ഞാൻ വാതിലെ മുട്ടത്തില്ല. ഞാൻ വീടിന്റെ മുറ്റത്ത് വന്നവണ്ണ വിളിക്കുള്ളൂ, ശ്രീജേ എന്ന് വിളിക്കുള്ളൂ. ഞാൻ തട്ടത്തില്ല. വാതിലി മുട്ടിക്കോ. അതിപ്പോഴത്തെ ട്രെൻഡാ. താൻ ഫേമസ് ആവുകയും ചെയ്യും. എത്ര മണി കഴിഞ്ഞ് മുട്ടണം? അത് സമയമൊന്നും നോക്കണ്ട. ഭാര്യ അടുക്കളയിലെ പണി കഴിയുമ്പോ പാക്കപ്പ് കുറയും. ആ സമയത്ത് കയറി മുട്ടിക്കോ. വരുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു. അടുക്കളയിലെ പണിയാ കഴിഞ്ഞോ? ഓക്കേ, പാക്കപ്പ്. തുറന്നോളൂ. ഭാര്യയാണ് കേട്ടോ ഇത്. വൃത്തികെട്ടവളെ, ഇത്ര സമയം നീ എവിടെ ആയിരുന്നീ? നീ എത്ര നേരം കൂടി കത്ത് കത്തുന്നീ? നീ ആരോട്ട് ചാറ്റ് ചെയ്തോണ്ടിരുന്നീ? ഏതാണ് നിന്റെ കാമുവൻ? ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കത്തിട്ട് വിചാരിച്ചോ മിനി? സ്വന്തം ഭാര്യയുടെ പേര് മറന്നു പോണോടോ. ഞാനെന്ത് മനുഷ്യനാണോ? തന്റെ ഭാര്യയുടെ പേര് ശ്രീജ എന്നല്ലേ? ഇതാ സാറേ പ്രശ്നം. എന്റെ ഭാര്യ കഥകു തുറന്ന പേര് മാറിപ്പോ. ഭാര്യയുടെ പേര് മാറിപ്പോ? താനപ്പോ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. അപ്പൊ ഈ കേസ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതി ചെല്ലുമ്പോൾ ഒരു ബലം കിട്ടൂല. അപ്പൊ നമുക്കൊരു പണിയാ, ഈ കേസിൽ നമുക്കൊരു ബലം കിട്ടണമെങ്കിൽ നമുക്കൊരു മൂന്നാമൻ വേണം. അതായത് ഈ കേസിൽ നിങ്ങൾക്ക് സൈഡ് പറയാൻ വേണ്ടി, നിങ്ങളുടെ വശം സംസാരിക്കാൻ വേണ്ടി ഒരു സാക്ഷിയെ വേണം. അത് നല്ല പച്ച കള്ളം വിളിച്ചു പറയുന്ന ഒരു കള്ളസാക്ഷി. പച്ച നിറത്തിലുള്ള കള്ളം പറയുന്നത് അങ്ങനെയാണെങ്കിൽ സാറിന് പറഞ്ഞാ പോരെ? ആ പൈസ നമുക്ക് കിട്ടില്ലേ? സാറിനെ പോലെ പച്ച കള്ളം പറയാൻ നമ്മളെ കോടതിയിൽ ആരെങ്കിലും ഉണ്ടോ? അത് കറക്റ്റാ. അല്ല,
ഞാൻ കൂട്ടിക്കയറി ഇങ്ങനെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ നിന്ന് വിസ്തരിക്കും. അയ്യോ അത് ശരിയാ. അത് പറ്റൂല. എടോ കള്ളസാക്ഷിയെ താൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അന്ന് എന്റെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട്. ആളെങ്ങനെയുണ്ട്? അയ്യോ അവൻ ജീനിയസാ. ജീനിയസാ. തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആളാണ്. എന്നാ അവര് ചെവി കൂടെ നോക്കണം. എന്ത്? അവന്റെ തല ആൾ താമസം ഉണ്ടോ? താൻ പോയി വിളിക്ക്. ഇവന്റെ തലയ്ക്കകത്ത് ആൾ താമസം. ഉൾട്ടാ ഞാൻ കാര്യം വന്നേ ഞാൻ തരാം. എന്റെ ഫോട്ടോയാണ് തീപ്പട്ടിക്കകത്ത് വെച്ചേക്കുന്നത്. ഉൾട്ടാ എങ്ങനെ തിരിച്ചാലും ആളെ കിട്ടും. നമസ്കാരം. ഓവർ ഓവറാണല്ലോ. പള്ളം ഇടിക്കാൻ മുട്ടിക്കുന്നു. നിന്റെ അടുത്ത് നീ എപ്പോ പോയി വെള്ളം അടിച്ചടാ? കോടതിയല്ലേ അണ്ണാ? കൈ കെട്ടിയൊക്കെ നിൽക്കാതെ കൈ താത്തിട്. കോടതി ഒന്നും അല്ല, ഇത് വക്കീൽ ഓഫീസാ. കോടതിയല്ലേ? എങ്ങനെ വേണല്ലോ ഇരിക്കാം. പറയണ്ടേ? നീ കല്യാണം ഈ പറയണേ. ഞാൻ അളിയാന്നൊക്കെ വിളിച്ചാ പിന്നെ ഞാൻ ഈ പുള്ളിക്കാരന്റെ പെങ്ങളെ കെട്ടണ്ടേ. അപ്പൊ എനിക്ക് 2 ഭാര്യയായി. മതി. അതെ നിങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആള് ഭയങ്കര ജീനിയസ് ആണ്. എന്താണ് പേരെന്താണ്? എന്റെ പേരോ? അയ്യോ അതൊരു കഥയാണ് കേട്ടാ. പേരൊരു കഥയാണോ? സാധാരണ കഥയ്ക്കല്ലേ പേര്? അതായത് എന്റെ അച്ഛൻ ഭയങ്കര പന്തുകളി പ്രേമിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സച്ചിൻ എന്നാ പേരിട്ടിരിക്കുന്ന. വെരി ഗുഡ്. മോനെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഇവരെ ഡൈവോഴ്സ് കേസൊക്കെ അറിയാലോ. അപ്പൊ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണം കോടതിയിൽ പോയിട്ട്. അതിന് വേണ്ടിട്ട് താങ്കൾ കള്ളസാക്ഷി പറയണം. എന്തോന്നാ? കോടതിയിൽ കയറി കുറച്ച് കള്ളങ്ങൾ പറയണം. ഞാൻ നുണ പറയാനാ? അണ്ണാ എന്റെ അച്ഛൻ എന്റെ അമ്മ ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന് വരെ കള്ളം പറയത്തില്ല. വേണം ഞാൻ കൊലക്കേസിന് ഞാൻ സാക്ഷി പറയാം. കള്ളം പറയത്തില്ല. എനിക്ക് വേണ്ടി പറയണോ? ഇല്ലണ്ണ എനിക്ക് വേണ്ടി പറയണോ? ഇല്ല. ഫോൺ അടിക്കുന്നു. എടുത്തോ. തന്നെയാണോ? ബാങ്കിന്നോ? സാറ് ഞാന് ആശുപത്രിയില്ല, ഐസിയുല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കുകയാണ് കേട്ടാ. എന്റെ അച്ഛൻ കരഞ്ഞതാ. പിന്നെ ആ ലോണിന്റെ കാര്യം ഒന്ന് മാറ്റി തരണം. ഡോക്ടർ വരുന്നു വെക്കട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു വന്നത്? അല്ല നമ്മള് കള്ളം പറയണതിനെ കുറിച്ച് പറയത്തില്ല. നുണ പറയത്തില്ല. പ്രതീക്ഷിക്കണം, നുണ പറയില്ല. മിസ്റ്റർ സത്യസന്ധൻ, നിങ്ങളിപ്പോ ആ ബാങ്കുകാരോട് പറഞ്ഞില്ലേ ഇല്ലാത്തതൊക്കെ? അതുപോലെ എന്നെ കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതാണോ നോണ? അത് തന്നെയാണോടാ? അയ്യടാ ജീനിയസ് ആണല്ലേ. അതെ ഇപ്പൊ ഇവര് നല്ല രണ്ടുപേരും, അതായത് ശ്രീജയും സാധുവും തമ്മിൽ നല്ല കുടുംബജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഇതൊരു മാതൃകാ കുടുംബമാണ് എന്ന് താൻ കോടതിയിൽ പറയണം. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ചോദിക്കാം, ശ്രീജ സാധു ദമ്പതികളുടെ ജീവിതം എങ്ങനെയാണ് മിസ്റ്റർ സച്ചിൻ? പറയൂ. ഓണർ, ഇവർ രണ്ടുപേരും നല്ല ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. ചേച്ചി എന്നും രാവിലെ എഴുന്നേറ്റു ചേട്ടന്റെ കാലെ തൊട്ടു തൊഴുതും. രണ്ടുപേരും എന്നിട്ട് ഹാസ്യങ്ങൾ പറയും. ഹാസ്യത്തിൽ 3 സാഹിത്യവും കാണും. സാറേ ഇവന്റെ ചിപ്പ് ഊരി മാറ്റിക്കോട്ടോ. വേണ്ടി വരും. ബാക്കിയും കൂടെ വിളിച്ച് പറയവൻ. അതെ കറക്റ്റ്. പഠിച്ച് പറയാണെന്ന് പറയത്തേ എടാ. ഇങ്ങനെ കള്ളം പറയുമ്പോ കുറച്ച് നാച്ചുറൽ ആയിട്ട് പറയണം. ഇവനെ അങ്ങ് പറഞ്ഞു കൊടുത്തന്നെ മറ്റവനെ വിളി. ആരെ? നാസറിനെ. അവൻ ആദ്യം പറഞ്ഞു വിടും. ഞാൻ ഈ കേസ് എങ്ങനെയും നടത്തി. എന്റെ പൊന്നിന് എനിക്ക് വേണമെന്ന്. എടോ നാച്ചുറൽ ആയിട്ട് കള്ളം പറയണം. സാറേ ഈ നാച്ചുറലായിട്ട് പറഞ്ഞാൽ അത് കള്ളത്തരമാവും. കള്ളത്തരം പറഞ്ഞാലോ അത് നാച്ചുറൽ ആകും. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കൂതറ ഒരു ഭാര്യയും ഭർത്താവും ഞാൻ കണ്ടിട്ടില്ലേ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള പിക്ചർ വളരെ വികൃതമായിട്ടാണ് ഇയാളുടെ തലച്ചോറി ഫീഡായിരിക്കുന്നത്. ഇപ്പൊ ഗംഗയുടെ മനസ്സിൽ നാഗവല്ലി കയറിയ പോലെ അത് അവിടെ ഉറച്ചുപോയി. ആ ചിന്ത മാറ്റിക്കളയണം. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ പലരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു വരും. സാർ ഏത് വഴി കൂടെ സഞ്ചരിച്ചാലും എന്റെ വീട്ടിന്റെ വഴി കൂടെ സഞ്ചരിക്കരുത്. കാരണം വീട്ടിൽ പുതിയ പട്ടിയാണ്, സാറിനെ അറിയില്ല. എല്ലാ പട്ടികളും അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യണം. സാധാരണ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതും സംസാരിക്കുന്നത് എവിടെ വെച്ചാ? ബെഡ്റൂമിൽ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ബെഡ്റൂം ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ ബെഡ്റൂം ആണെന്ന് വിചാരിക്കും. ബെഡ്റൂം ആണെന്ന് വൈഫ് ഇവിടെ ഉണ്ടല്ലോ. വൈഫ് ഹേമ മനസ്സിലായല്ലോ? ശ്രീജയാണ്. ശ്രീജ. അപ്പൊ ഇരുന്നോളൂ. ബെഡ്റൂം ആണ്. നീ അവിടെ കയറി കിടക്കണം. സാറേ ഇത് ഇവരുടെ ബെഡ്റൂം ആണോ? ആണ്. എങ്കിൽ ഞാൻ ഈ കട്ടിലടി വേണം. എടാ വൃത്തിയോടെ മാറിക്കടാ. സാർ ഞാൻ കാര്യങ്ങൾ ഇവിടെ കണ്ടാൽ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. നിന്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന്. നീ അങ്ങോട്ട് മാറി അങ്ങോട്ട്. എടാ ഇവിടെ നിന്ന് കണ്ടാൽ മതി. അതെ നിങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട്, അതായത് നമ്മൾ രാത്രി അമ്മ ഇരിക്കില്ല, അപ്പൊ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചു കണ്ടുപഠിച്ചോളണം. ഇതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് വേണം കോടതി പറയാൻ. ഓക്കെ സംസാരിച്ചോളൂ. ചേട്ടാ ഇല്ല ഒന്നുമില്ല. ആ വഴി കൂടി പോയ ആൾക്കാർ വരെ പേടിച്ചു പോയി. എന്തുവാണോ ഇതെങ്ങനെയാണ് ഐ ലവ് യു പറയണ? ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ പറയണം. റൊമാൻസ് വരണം. മുഖത്ത് റൊമാൻസ് വരട്ടെ. റൊമാൻസ് വരുന്നോ? ഈ മൂക്ക് ഇങ്ങനെ പാലം പൊളിഞ്ഞിരിക്കുക, ഓപ്പറേഷൻ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നോ? കാണിച്ചേ റൊമാൻസ്. റൊമാൻസ് എനിക്ക് കാണിച്ചേ.
ഇത് നല്ല എരിവുള്ള ചിക്കൻ കറി തിന്നുമ്പോ ചിക്കനൊക്കെ പല്ലിന്റെ ഇടയിൽ കയറൂലേ അതിന്റെ എക്സ്പ്രഷൻ ആയി കാണുന്നത്. ഓ ആ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും മിണ്ടി മറിഞ്ഞു ഇരുന്നാ മതി. പൊന്നെ ചേട്ടാ നിന്റെ ഭാഗ്യമാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത്. അയ്യോ പിന്നെ അവൻ കിടക്കാം. ഇത്രയും വെട്ടത്തോ? കണ്ണടച്ചങ്ങ് ഇരുട്ടാക്ക ആര് കാണാനാ? ഞാൻ കാണും. ആ അത് അവര് കാണും. അയ്യോ എന്റെ പൊന്ന്, അയ്യോ എന്റെ പൊന്ന് ശ്രീജ, പൊന്നെ നീ എന്താ ഇവിടെ? ആരൊന്നും പറയണ്ട, എല്ലാം ഞാൻ കണ്ടു, എനിക്ക് എല്ലാം മനസ്സിലാവുകയും ചെയ്തു. എന്താ കണ്ട നടി? ഇത് വേറൊന്നും അല്ലെന്നത്. ഈ വക്കീൽ സാറിന് കാണാൻ വേണ്ടി ഒരു ചുമ്മാ ഒരു നാടകം കളിച്ചല്ലേ? അയ്യോ, തന്റെ നാടകം പല വേദികളായിട്ട് പലപ്പോഴായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക. ചില വേദികളിൽ വന്നിട്ട് ഞാൻ തിരിച്ച് പുരസ്കാരം തന്നിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ വേദിയൊന്നും ഇല്ലെന്ന്, എനിക്കിപ്പോ ഒറ്റ വേദിയുള്ളൂ. നീ വക്കീലെ, ഓ എന്റെ ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വക്കീലിനെ സമീപിച്ചത്. അതെ. പിന്നെ ഇയാൾ എന്തിനാ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അയ്യോ ഞാൻ വിളിച്ചു കൂട്ടിയതല്ല, ഇയാൾ വന്ന് കയറിയതാണ്. അതുകൊണ്ട് ഗുണമുണ്ടായില്ലേ ശ്രീജ? ശ്രീജ ആദ്യം ഈ കേസുമായിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ ഈ കേസിന് ബലമുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് തെളിവുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് സാക്ഷികളുണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടോ, ആവശ്യത്തിന് തെളിവായില്ലേ, ഒരു അവിഹിതം പിടിച്ചോ, ഇപ്പൊ ശക്തനായ ഒരു സാക്ഷിയെ കിട്ടിയോ, കേസിന് ബലപ്പെട്ടു, കേസ് സ്ട്രോങ് ആയി. ഇനി നീ നുണ പറയണ്ട, സത്യം മാത്രം വിളിച്ചു പറയട്ടെ. വേണ്ട. ബഹുമാനപ്പെട്ട ഓണർ, ഇതുപോലൊരു കൂതറ ഭർത്താവിന് ഈ പാവം ചേച്ചിക്ക് കൊടുക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് വേർപെടുത്തി കൊടുക്കണം ഓണർ. വെരി ഗുഡ്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പൊ സാറേ ഞാനോ? എന്റെ പേരെന്തായിരുന്നു? സാധു. ഭാര്യ കൂടി പോയ സ്ഥിതിക്ക് താൻ ഇനി സാധു അല്ല, പിന്നെ അസാധു. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ നമ്മൾ ഒരുപാട് ചിരിച്ച് നല്ലൊരു മനോഹരമായ എപ്പിസോഡ് വൈൻഡപ്പിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഇന്ന് കൗണ്ടർ ആയിരുന്നു. ഇന്ന് കൊറേ കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർക്കുന്ന ചില ചെളികളും ഉണ്ട്. എനിക്ക് ഇമ്മോർട്ടൽ ആവണം എന്ന് എലീന പറഞ്ഞപ്പോ അതെന്ത് സാധനം എന്തിന് ഇമ്മോർട്ടൽ? അത് ഇമ്മോർട്ടൽ അല്ല, ഇമ്മോറൽ ട്രാഫിക്. ഇമ്മോർട്ടൽ അതായത് ഒരിക്കലും മരിക്കണ്ട. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഭൂമിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്റെ ആഗ്രഹം പറയുമ്പോ ഇവരെല്ലാരും കൂടെ കയറി വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പറയുമ്പോഴത്തേക്കും ശരി ശരി ശരി, ഇമ്മോർട്ടൽ ഇസ് എ ഗുഡ് തിങ്. ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ ഇമ്മോറൽ ഇമ്മോർട്ടൽ ഇമ്മോറൽ ട്രാഫിക്. അതുകൊണ്ട് മികച്ച ചളി goes to I am disturbed. അല്ല എനിക്ക് നിങ്ങൾ മികച്ച ചളി ടീമർക്കായിട്ട് അവർ ഏറ്റെടുത്തതുകൊണ്ട് ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മികച്ച കൗണ്ടർ. എപ്പിസോഡ് മൊത്തം കൗണ്ടർ ആയിരുന്നു. എന്താ ടിനിച്ചേട്ടനെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വെച്ച് മീറ്റ് ചെയ്യുന്ന ആരെന്ന് വെച്ചപ്പോഴത്തേക്ക് ടീനിച്ചേട്ടൻ എന്ന് പറഞ്ഞത്. നമ്മൾ എയറിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരാളെയാണ് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. എയറിൽ വെച്ച് കണ്ട് ടിനിച്ചേട്ടൻ കറക്റ്റ് ആണല്ലേ? ടിനിച്ചേട്ടൻ നമ്മളല്ല, അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആത്മബന്ധം വെച്ച് ഞാൻ പറഞ്ഞു. എയറിൽ പോകുന്ന ടിനിച്ചേട്ടനെയാണ് അത്. ടിനിച്ചേട്ടനല്ലേ കൊടുക്കണ്ടേ? അങ്ങനെ ടിനിച്ചേട്ടനെ വിറ്റ് ഒരു ടിനിച്ചേട്ടൻ സപ്പോർട്ട് അടിച്ചു. ഇനി 2 പാട്ട് കൂടുതൽ പാടും. ആദ്യമായിട്ടാണ് എനിക്ക് ഒരു മികച്ച കൗണ്ടർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ എപ്പിസോഡിന്റെ ശമ്പളം ടിനിച്ചേട്ടന് ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് ചെയ്യാൻ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. മറ്റേ അതില്ലേ ഉണ്ട് വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സ് ഫുൾ ഓൺ ഫൺ.